ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ CBSE ക്ലാസ്സുകൾ ഞാൻ മുമ്പ് എടുത്തിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ കുട്ടികളെ റിക്വസ്റ്റ് അനുസരിച്ച് കുട്ടികൾക്ക് ഒന്നും കൂടി ഈസിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലാണ് ഇനി ക്ലാസ് എടുക്കുന്നത്. സോ വി ക്യാൻ ഗോ ടു അവർ ടോപ്പിക് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് തിയറം 1.2 ആണ് നിങ്ങൾ ടെക്സ്റ്റിലെ, അതായത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മാറ്റിക്. അപ്പോൾ അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് or factorized as a product of primes, and this factorization is unique apart from the order in which the prime factors occur. അതായത് ഏത് കമ്പോസിറ്റ് നമ്പറും, അതായത് ഓരോ കമ്പോസിറ്റ് നമ്പറും നമുക്ക് അതിൻ്റെ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്കാണ്. എങ്ങനെ? ഓർഡർ പ്രത്യേകിച്ചൊന്നുമില്ലാതെ പ്രൈം ഫാക്ടേഴ്സിനെ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ആദ്യം എക്സാമ്പിൾ 5, നിങ്ങളുടെ ടെക്സ്റ്റിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് 9 എക്സാമ്പിൾ 5 അതാണ് ഞാനിനി സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ 5 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദി നമ്പേഴ്സ് 4 raised to n where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. 4 raised to n, അതായത് 4 raised to n എന്ന് പറഞ്ഞാൽ എന്നിന് നമ്മൾ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊടുക്കും. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ നാച്ചുറൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസറിൽ ലാസ്റ്റ് എന്താണ്, ആ നമ്പർ 0 എന്ന് പറഞ്ഞ നമ്പറിൽ എൻഡ് ചെയ്യുമോ എന്നുള്ളത്. അതായത് എന്നിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ കിട്ടൂലേ, ആ ആൻസറിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 0 കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 raised to n എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ 0 ലാസ്റ്റ് കിട്ടണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം, ഈ നമ്പർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ n കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഈ 5 എന്ന് പറഞ്ഞ നമ്പറുമായിട്ട് ഡിവിസിബിൾ ആവണം. കാരണം 5ൻ്റെ മൾട്ടിപ്പിൾസിൽ നമുക്കറിയാം, 5ൻ്റെ മൾട്ടിപ്പിളിൽ ഒന്നെങ്കിൽ അത് എൻഡ് ചെയ്യണത് 5ലും 0s ആണ്. ശരിയല്ലേ? ആദ്യം 5 വരും, പിന്നെ 10, പിന്നെ 15, പിന്നെ 20, 25 ഇങ്ങനെ പോകും. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 50, 50, 50 അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ വാല്യൂ 4 raised to n, എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0 അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഈ 5ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആവണം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആവണ നമ്പർ ആയിരിക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ ഓക്കെ ആവുള്ളൂ. പക്ഷേ നമുക്കറിയാം 4 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ സ്ക്വയർ ആണ് 4 അല്ലേ? 4 നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അത് ഹോൾ raised to n ആണ്. ഇനി ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 4ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ n മേലെ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 സ്ക്വയർ raised to n, ഇതിനും നമ്മൾ ഐഡൻറ്റിറ്റി വെച്ച് നോക്കുമ്പോൾ 2 raised to 2 into n എന്നല്ലേ വരും. അപ്പോൾ 2 raised to 2n വരും. ഓക്കെ, അപ്പോൾ 2 raised to 2n, 2 raised to 2n എന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ വരുന്ന പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? 2 ആണ്. അപ്പോൾ ഏതാണ്? വേറെ 2 അല്ലാത്ത ഒരു പ്രൈം നമ്പറും വരണില്ല. സോ ദാറ്റ് മീൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, നാച്ചുറൽ നമ്പർ നമ്മൾ എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവർ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ അവിടെ ആ ഡിജിറ്റ് 0ൽ എൻഡ് ചെയ്യണ ഒരു നമ്പർ നമുക്ക് കിട്ടൂല. ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആവൂല. അപ്പോൾ അതിൻ്റെ ആൻസർ ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ n ഫോർ വിച്ച് 4 raised to n ends with the digit 0. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് നമുക്ക് ഈ ആൻസർ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 7ൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാനതിവിടെ എഴുതണില്ല, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി എക്സാമ്പിൾ 6, ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് 6 and 20 by the prime factorization method.
എക്സാമ്പിൾ 6. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 6 ആണ്. ഫൈൻഡ് ദി LCM ആൻഡ് HCF. LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. ഏത് നമ്പേഴ്സിൻ്റെ? 6 ആൻഡ് 20. 6-ൻ്റെയും 20-ൻ്റെയും. അപ്പോൾ എങ്ങനെ 6നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ 2, ഇവിടെ 3 വരും. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3. ഇതാണ് 6. ഓക്കെ, ഇനി അടുത്തത് ഏതാ? 20. ഓക്കെ, 20നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈം നമ്പർ 2. പിന്നെ അടുത്ത പ്രൈം നമ്പർ അടുത്ത 2 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോൾ എങ്ങനെ വരും? 2 1 ടൈം, പിന്നെ ഈ 0 എഴുതുക. വീണ്ടും 10 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, അപ്പോൾ 2 ഇവിടെ എഴുതും, ഇവിടെ 5 വരും. അപ്പോൾ നമ്മൾ ഈ 20 = ഇവിടെ 2 × 2 × 5 എന്ന് എഴുതുക. 2 × 2 × 5, 2 × 2 4, 4 to 5 20. ശരിയല്ലേ? ഇനി നമ്മൾ ഇതിൽ നിന്ന് LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദി നമ്പേഴ്സ് എന്നാണ്. അതായത് ഈ നമ്പേഴ്സിലെ കോമൺ പ്രൈം ഫാക്ടർ, പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. അപ്പോൾ ഇതിലേതാ ഇപ്പോൾ കോമൺ നമ്പർ? കോമൺ ആയിട്ട് വരുന്നത് ഇതിനെ നമുക്ക് ഇവിടെ 2⁻1 × 3⁻1 എഴുതാം. ഇവിടെ 2⁻1 × 3⁻1, ഇവിടെ 2⁻2 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് വരുന്നത് ഒരു 2 അല്ലേ? ലോവസ്റ്റ് നമ്പർ പവർ ഏതാ വരുന്നത്? 2, 2⁻1. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? HCF എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് നോക്കേണ്ടത്. ഇതിൽ ഇങ്ങനെ രണ്ടെണ്ണം എഴുതി വെക്കുക. എന്നിട്ട് ഈ കോമൺ ആയിട്ട് വരുന്നത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഒരു 2 ഉള്ളൂ. ഇവിടെ 2 2 ഉണ്ട്, പക്ഷേ മേലെ ഒരു 2 ഉള്ളൂ. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്ക് ഒരു 2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2⁻1 ആണ്. അപ്പോൾ അതിൻ്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, HCF ഓഫ് ഏതൊക്കെയാണ്? 6,20 = 2⁻1. 2⁻1ൻ്റെ ആൻസർ 2. ഓക്കെ, അപ്പോൾ HCF കിട്ടി. ഇനി അടുത്തത് ഏതാണ്? LCM. LCMൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദി നമ്പർ. ആ നമ്പറിലുള്ള ഓരോ പ്രൈം ഫാക്ടേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക. ഗ്രേറ്റസ്റ്റ് പവർ നോക്കിയിട്ട് അതിൻ്റെ പ്രൊഡക്റ്റാണ് എന്ത്? LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. ഇതാ, അപ്പോൾ ഇങ്ങനെയല്ലേ ഇപ്പം നമുക്ക് കിട്ടിയത്? 6 എന്ന് പറഞ്ഞാൽ 2⁻1 × 3⁻1, 20നെ 2⁻2 × 5⁻1 കിട്ടി. അപ്പോൾ ഇതിൽ ഇനി ഏതാ? LCM അല്ലേ? LCM ഓഫ് എഴുതുമ്പോൾ LCM ഓഫ് 6,20, 6ൻ്റെയും 20ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുക്കണ 2 ഇല്ലേ? ഇവിടെ 2 ഉള്ളതിൽ ഹയസ്റ്റ് പവർ നോക്കുക. 2ൻ്റെ ഫസ്റ്റ് നമ്പർ ഇവിടെ 2⁻1 ആണ്, ഇവിടെ 2⁻2. അപ്പോൾ 2ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2⁻2 ഇൻറ്റു അടുത്ത പ്രൈം നമ്പർ. ഇനി ഈ 2 നോക്കാൻ പറ്റില്ല, അതിൻ്റെ ലോവസ്റ്റ് പവർ 2⁻1 ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കണ്ട. അടുത്ത വേറെയുള്ള പ്രൈം നമ്പർ ഇതിലുള്ളത് 3⁻1 ഉണ്ട്, പിന്നെ 5⁻1 ഉണ്ട്. അപ്പോൾ 2² × 3⁻1 × 5⁻1. ഇതിൻ്റെ പ്രൊഡക്റ്റ് ആൻസർ ആണ് LCM എന്ന് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആൻസർ എന്താ വരിക? പ്രൊഡക്റ്റ് എന്താ വരിക? ഇവിടെ 4 വരും. 4 × 3 × 5. 4 × 3 12. 12 × 5 ആൻസർ എത്ര വരും? 60 അല്ലേ? 60 ആണ് LCMൻ്റെ ആൻസർ വരിക. 620ൻ്റെ LCM ആൻസർ ഈസ് 60. അപ്പോൾ ഈ കൊടുത്ത എക്സാമ്പിളിൽ നമുക്കൊരു കാര്യം നോട്ടീസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ HCF എന്താണ്? HCF കിട്ടിയിട്ടുള്ളത് 6,20ൻ്റെ HCF എന്ന് പറഞ്ഞത് 2 ആണ്. LCM ഓഫ് 6,20 = കിട്ടിയത് 60. LCM കിട്ടിയത് 60യും പിന്നെ ഇത് 2, HCF 2. അപ്പോൾ 2 × 60 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താ? നമ്പർ 2 × 60. 2 × 60 ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 6 × 2 12 120. ഇനി അതായത് HCF ×
LCM ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് 120 ആണ്. ഇനി ഇവിടെയുള്ള നമ്പേഴ്സ് ഏതാണ്? നമ്പേഴ്സ് പറഞ്ഞാൽ 6ഉം 20യും. 6 × 20 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും എന്താണ്? 120 തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. എന്താണ്? HCF ഓഫ് 2 നമ്പേഴ്സ് അതിൻ്റെ ആൻസർ തമ്മിൽ ഇൻറ്റു ചെയ്താലും ഏതാണോ ക്വസ്റ്റ്യൻ തന്ന നമ്പേഴ്സ് അത് രണ്ടും ഇൻറ്റു ചെയ്താലും കിട്ടുന്ന ആൻസേഴ്സ് സെയിം ആണ് എന്നുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എഴുതാം. അപ്പം ഓവറോൾ ഇത് രണ്ടും കൂടി നമ്മൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇൻറ്റിജേഴ്സ് A and B, HCF ഓഫ് A, B ഇൻറ്റു LCM ഓഫ് A, B ഇസ് ഈക്വൽ ടു A ഇൻറ്റു B. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ HCF മാത്രം തരും, അല്ലെങ്കിൽ LCM മാത്രം തരും, പിന്നെ നമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ ഫൈൻഡ് HCF തന്നു കഴിഞ്ഞിട്ട് LCM കണ്ടുപിടിക്കാനാണെങ്കിലും LCM തന്നു കഴിഞ്ഞിട്ട് HCF രണ്ട് നമ്പേഴ്സിന് HCF കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് എക്സാമ്പിൾ 7. എക്സാമ്പിൾ 7, ഫൈൻഡ് ദി HCF ഓഫ് 96 and 404. തന്നിട്ടുള്ള നമ്പേഴ്സ് ഫസ്റ്റ് നമ്പർ 96ഉം സെക്കൻഡ് നമ്പർ എന്താണ്? 404 ആണ്. Find the HCF of 96 and 404 by the prime factorization method, hence find the LCM. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ 96നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 96നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈം നമ്പർ 2 എഴുതണം. 9ൽ എത്ര 2 ഉണ്ട് നോക്കുക. നമുക്കറിയാം 8 പോവുള്ളൂ അല്ലേ. അപ്പോൾ 4 എഴുതുക. അപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 1 വരും. അപ്പോൾ 1ഉം 6ഉം കൂടിയും കമ്പൈൻ ചെയ്യുമ്പോൾ 1 ഇതാ ഇതിൽ 8 പോവുള്ളൂ. അപ്പോൾ 9 ഉണ്ട് ഇവിടെ. അപ്പോൾ 8 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ബാലൻസ് ഉണ്ട്. അപ്പോൾ 16 ആവും. അത് 16 ആവും. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ൽ 2ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട് നോക്കുക? 8 ആണ്. ഓക്കെ. ഇനി അടുത്ത നെക്സ്റ്റ് പ്രൈം നമ്പർ ഈസ് എഗെയിൻ 2. 48 200 ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ 2 എഴുതി കൊടുക്കുക. 8ൽ 4 ടൈംസ് എഗെയിൻ നമുക്ക് 2 എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 2 1 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ 2 ടൈംസ്. എഗെയിൻ ഇവിടെ 2 12ൽ 2 പോകുന്നത് 6 പ്രാവശ്യമാണ്. 6 ടൈംസ് ആണ്. എഗെയിൻ 2 പിന്നെ 3. ഇനി ഇത് പോകില്ലല്ലോ. ഇത് നെക്സ്റ്റ് ഏതാണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ഇവിടെ നമുക്കൊരു 1 എഴുതി കൊടുക്കാം. അപ്പോൾ ഈ 96നെ നമുക്ക് എങ്ങനെ എഴുതാം? 96നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 × 2 × 2 × 3. അപ്പോൾ 96നെ എഴുതുമ്പോൾ 96 ഈസ് ഈക്വൽ ടു 2 റേസ്റ്റ് എത്ര 2 ഉണ്ട്? 1 2 3 4 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 5 പവർ എഴുതി കൊടുക്കുക. ഇൻറ്റു ആരും കൂടി ഉണ്ട് ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 96 നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് 404നെയും കൂടി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് 404നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈം നമ്പർ 2 എന്ന് എഴുതി കൊടുക്കുക. 4ൽ 2 ടൈംസ്, പിന്നെ ഈ 0 ഇറക്കിയിടുക. പിന്നെ ഈ 4 എഗെയിൻ 2 ടൈംസ്. പിന്നെ ഇവിടെ വീണ്ടും 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 202 2ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെ എന്ത് വരും? 1 2ൽ 2 1 ടൈംസ്, പിന്നെ 0 0 ടൈംസ് 2 1 ടൈംസ്. അപ്പോൾ 101 ലാസ്റ്റ് നമ്പർ വരുന്നത് 101. അപ്പോൾ ഈ 101 പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 404നെ എങ്ങനെ എഴുതാം? 404 ഈസ് ഈക്വൽ ടു 2. ഇവിടെ എത്ര 2 ഉണ്ട്? 1 2 2 2. അപ്പോൾ 2 റേസ്റ്റ് 2 ഇൻറ്റു 101. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണത്? പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? LCMO HCFും LCM ഇല്ല, HCF ഓഫ് 96 and 404 കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിച്ചതിന് ശേഷം LCM കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് HCF നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ HCF നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് എന്തിൻ്റെ? കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ. കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഇപ്പോൾ ഇതിൽ ഏതാണ്? അതിൻ്റെ ലോവസ്റ്റ് പവർ എടുക്കണം. കോമൺ ആയിട്ട് ഇവിടെ 2 റേസ്റ്റ് 5 ഉണ്ട്, ഇവിടെ 2 റേസ്റ്റ് 2 ആണ് ഉള്ളത്. അപ്പോൾ
ഇതിലെ ലോവസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന 2, 2ൻ്റെ ലോവസ്റ്റ് പവർ 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 സ്ക്വയർ. ഇതാണ് HCF. 2 സ്ക്വയറിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഇത് നമുക്ക് HCF കിട്ടി. ഇനി HCFും അറിയാം, ഈ രണ്ട് നമ്പേഴ്സും അറിയാം. HCF കണ്ടുപിടിച്ചതിന് ശേഷം LCM കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വേണം LCM കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതാണ് HCF ഓഫ് 96,404 ഇൻറ്റു LCM ഓഫ് 96,404 ഈക്വൽ ടു ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആവും എന്നുള്ളതാണ് നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HCF നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? 4 അല്ലേ? 4 കിട്ടി. അപ്പോൾ ഇനി LCM ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷന് LCM ഓഫ് 96,404 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൾറെഡി ഇക്വേഷൻ്റെ ഇവിടെ RHSലുള്ളത് 96 ഇൻറ്റു 404 ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ളത് ഏതാണ്? HCF ആണ്. അതിവിടെ എഴുതി കൊടുക്കുക. HCF ഓഫ് 96,404 ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 96 ഇൻറ്റു 404 ഡിവൈഡഡ് ബൈ HCF ഓഫ് 96,404ൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ആണ്. ബൈ 4 ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി 96 ഇൻറ്റു 404 ബൈ 4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 4ഉം 404ഉം 404ൽ 404 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ 4ൽ 4 ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ മതി. 4 1 ടൈംസ്. അപ്പോൾ 1 ഇവിടെ എഴുതി കൊടുക്കുക. ഇനി 0 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ചെയ്ത് നോക്കിയ പോലെ തന്നെ. ഇനി 4ഉം 1 ടൈംസ്. അപ്പോൾ ആൻസർ 96 ഇൻറ്റു 101 ചെയ്ത് നോക്കിയാൽ കിട്ടണ ആൻസർ ആണ് ഇതിൻ്റെ LCM. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 9696 ആണ്. 9696. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 96 ഇൻറ്റു 101 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ HCF കണ്ടുപിടിക്കുക. LCM തന്നിട്ട് HCF കണ്ടുപിടിക്കാനാണെങ്കിലും ഇതിൽ തന്ന പോലെ HCF കണ്ടുപിടിച്ചിട്ട് LCM കണ്ടുപിടിക്കാനാണെങ്കിലും, അതായത് HCF തന്ന ക്വസ്റ്റ്യനിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് LCM വേണമെങ്കിൽ കാണാം, HCF വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ടെക്സ്റ്റിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി അടുത്ത എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അടുത്ത എക്സാമ്പിൾ 8. Find the HCF and LCM of 6,72 and 120 using the prime factorization method. Prime factorization method യൂസ് ചെയ്തിട്ട് HCFും LCMും കണ്ടുപിടിക്കണം. ഏതൊക്കെ നമ്പേഴ്സിൻ്റെ? 6ൻ്റെ, അതുപോലെ തന്നെ 72, പിന്നെ 120. അപ്പോൾ നമ്മൾ ഈ 3 നമ്പറും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ 6 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇവിടെ 2, ഇവിടെ 3 വരും. അപ്പോൾ 6നെ നമുക്ക് ഡയറക്റ്റ് 2 ഇൻറ്റു 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2⁻1 ഇൻറ്റു 3⁻1 എന്ന് എഴുതാൻ പറ്റും. ഇനി 72 ചെയ്യുമ്പോൾ 72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 7ൽ 3 ടൈംസ് പോവും. 6 പോകുള്ളൂ. അപ്പോൾ ബാലൻസ് 1 ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം കൂടിയും കമ്പൈൻ ചെയ്താൽ 12 ആവും. 12 ആവുമ്പോൾ ഇവിടെ നമുക്ക് 4 എഴുതി കൊടുക്കാം. 4 അല്ല, 6 ടൈംസ് 6. ഓക്കെ. ഇനി എഗെയിൻ 2. 3ൽ 2 1 ടൈംസേ പോവുള്ളൂ. അപ്പോൾ 3ൽ 2 അല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് 1. ഈ 1ഉം 6ഉം കൂടിയും കമ്പൈൻ ചെയ്യുമ്പോൾ 16 16 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് 8 എഴുതി കൊടുക്കാം. 16ൽ 2 8 ടൈംസ് ആണ്. അപ്പോൾ 18 കിട്ടും. എഗെയിൻ 18 2ൽ എത്ര പ്രാവശ്യമാണ്? 9 ഇൻറ്റു 2 ആണ് 18. അപ്പോൾ ആ 9 ഇവിടെ എഴുതി കൊടുക്കുക. എഗെയിൻ നമുക്കിവിടെ ഇനി 9ൽ 2 ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ 3 നെക്സ്റ്റ് പ്രൈം നമ്പർ 3 എഴുതി കൊടുക്കുക. നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ് 9. അപ്പോൾ ആ 3 ഇവിടെ എഴുതി കൊടുക്കുക. എഗെയിൻ ഇവിടെ 3 1. അപ്പോൾ അത് തീർന്നു. ഇനി അപ്പോൾ 72ന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതുമ്പോൾ എത്ര 2 ഉണ്ട്? 1 2 3. 2⁻3 ഇൻറ്റു എത്ര 3 ഉണ്ട്? 3⁻2.
2^3 ഇൻറ്റു 3^2 എന്ന് എഴുതാൻ പറ്റും 72-നെ. ഇനി നെക്സ്റ്റ് നമ്പർ 120. നെക്സ്റ്റ് 120-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 അല്ലേ, ഫസ്റ്റ് പ്രൈം നമ്പർ. ഇവിടെ 6 എഴുതുക, ഇവിടെ 0 എഴുതുക. അടുത്തത് ഇവിടെ എഗെയിൻ 2, 6-ൽ 2-ൽ 3 ടൈംസ് 3 0, എഗെയിൻ 2, 30-ൽ 1 5, 15 ടൈംസ്. 15 ഇനി 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, കാരണം എൻഡിങ് വിത്ത് 5 ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൈം 3 ഡിവിസിബിൾ ആണ്. 3-ൽ എത്ര ടൈംസ് 5. എഗെയിൻ 5 3-ൽ പോകില്ല, 5 5-ൽ തന്നെ പോകുന്നത് പ്രൈം നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ 5 5 ഇട്ട് കൊടുക്കുക, ഇവിടെ 1 വരും. അപ്പോൾ ഈ 120-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 എത്ര പ്രാവശ്യം? 1 2 3, 2^3 ഇൻറ്റു 3 എത്ര പ്രാവശ്യമാണ്? 3^1 ഇൻറ്റു 5 ഒരു 5 അല്ലേ, 5^1. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് പ്രൈമായിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ഇതാണ്. അപ്പോൾ ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? HCF. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന നമ്പറിൻ്റെ ലോവസ്റ്റ് പവർ അല്ലെങ്കിൽ ലീസ്റ്റ് പവർ. ഇപ്പോൾ ഇവിടെ 2 ഉണ്ട് 3-ൽ, പക്ഷേ 2-ൻ്റെ ലീസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ HCF എഴുതുമ്പോൾ HCF ഈസ് ഈക്വൽ ടു 2^1 ഇൻറ്റു പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? 3. 3-ൻ്റെ ലോവസ്റ്റ് ലീസ്റ്റ് പവർ ഏതാണ്? 1. അപ്പോൾ 3^1. അപ്പോൾ ആൻസർ 2^1 3^1. ആൻസർ എന്ത് കിട്ടും? 6. 6 ആണ് HCF. ഇനി നമ്മൾ LCM നോക്കണം. LCM എന്ന് പറയുമ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ വരുന്ന ഓരോ പ്രൈംസിൻ്റെയും ഹയസ്റ്റ് പവറിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ 2-ൻ്റെ ഹയസ്റ്റ് പവർ ഇവിടെ 3 ആണ്, 2^3 എഴുതി. പിന്നെ വരുന്ന പ്രൈം എന്ന് പറഞ്ഞാൽ 3 ആണ്. 3-ൻ്റെ ഹയസ്റ്റ് പവർ 3². ഇതാണ് ഇവിടെ 3^1 ആണ്, 1 ആണ്, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല, 3². പിന്നെ വരുന്ന പ്രൈം ഇവിടെ 5 ആണ്, അപ്പോൾ അതിനെ 5^1. അതാകെ ഒരു 5 തന്നെയുള്ള 5^1. ഇനി ഇതിൻ്റെ ആൻസർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ആൻസർ ആയിരിക്കാം LCM. LCM എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സിൻ്റെ കൂടി LCM. അപ്പോൾ 2³ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? 2 × 2 × 2 8. പിന്നെ 8 ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 3 × 3 9, 9 × 5. അപ്പോൾ 8 × 9 × 5 വരും. 8 × 9 × 5 എന്ന് പറഞ്ഞാൽ 9 × 5 എത്ര? 45. 45 × 8 ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഇതിൻ്റെ LCM. 45 × 8 എന്ന് പറഞ്ഞ ആൻസർ വിൽ ബി 360. ഇതിൽ LCM കിട്ടുന്നത് 360 ആണ്. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 360. HCF കിട്ടുന്നത് HCF എത്രയായിരുന്നു? 2 × 3 6. 6 ആണ് HCF. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് HCF എന്ന് പറഞ്ഞ നമ്പേഴ്സ്. 6, 72, 120-ൻ്റെ HCF 6-ഉം LCM 360. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ LCM × HCF ചെയ്താൽ ഇവിടെ ഉള്ള നമ്പേഴ്സ് ഏതാണോ അതിൻ്റെ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. HCF-ൻ്റെയും LCM-ൻ്റെയും ആൻസേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്താലൊന്നും കിട്ടും. പക്ഷേ ഈ 3 നമ്പേഴ്സ് വരുന്ന കേസിൽ അത് പോസിബിൾ അല്ല. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിലിപ്പോൾ 3 നമ്പേഴ്സ് ഉള്ളത് ഏതാണ്? 6 × 72 × 120 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഇതാണ്. ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത് 3 നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ 51840-യും HCF LCM-ഉം. അതായത് ഈ ആൻസേഴ്സ് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് 2160 ആണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ 3 നമ്പേഴ്സ് വരുന്ന കേസിൽ ഈ നമ്പേഴ്സ് ഇൻറ്റു ചെയ്താലും LCM-ൻ്റെ HCF-ൻ്റെ ആൻസേഴ്സ് ഇൻറ്റു ചെയ്താലും കിട്ടുന്ന വാല്യൂ ഒന്നല്ല. പക്ഷേ ഇവിടെ 2 നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം അത് ഈക്വലായിട്ട് കിട്ടും. ഓക്കെ.